ഡൗട്ടുകൾ എല്ലാവർക്കും വരുന്നുണ്ടാവും അല്ലെ? അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഞാൻ പിന്നെ ഇന്നൊരു പിന്നെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു ഒരു വ്യക്തിനെ ഇവിടെ കോൺടാക്ട് ചെയ്തായിരുന്നു. ദുബായിൽ കണ്ടുമുട്ടിയായിരുന്നു. അദ്ദേഹം പിന്നെ ജോലിക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ മാസമായി വിസിറ്റിങ്ങിലൊക്കെ വന്നിട്ട്. പക്ഷെ ആള് ചോദിച്ചപ്പോൾ പറയാം, ഞാൻ എന്റെ പിന്നെ പാരന്റ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടിയേനെന്ന്, എന്തായാലും നല്ല ജോലി കിട്ടിയെന്ന്. പക്ഷെ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും ഇതിലോട്ട് എത്തിച്ചിട്ടും ആള് പറയുന്നത് പാരന്റ്സ് നോക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ശരിക്കും അവര് നമ്മുടെ കാര്യങ്ങൾ ശരിക്കും നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ? അത്രയും പഠിപ്പിച്ച് ആ ലെവലിൽ എത്തിയ മകനാണ് പറയുന്നത് പാരന്റ്സ് അത്രയും നമുക്ക് അറിയുന്ന ആളാണ്. അപ്പോ കാരണം നമ്മളെ നാട്ടിൽ ആർക്കും ജോലി തേടാനോ അല്ല പിന്നെ നെക്സ്റ്റ് ലെവൽ എന്താന്നുള്ളത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമേ മൈൻഡിലുള്ളൂ. പക്ഷെ പഠനത്തോടൊപ്പം നമ്മുടെ ഈ ഇതിലുള്ള ആൾക്കാരെങ്കിലും വീട്ടിലെങ്കിലും പിന്നെ മക്കളെയും ഒക്കെ ഫുൾ ടൈം ആയിട്ടല്ല, ഒരു പാർട്ട് ടൈം എന്ന രീതിയിലെങ്കിലും അതിലോട്ടൊന്ന് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചർ എന്താ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇന്ന് അവൻ പറഞ്ഞ പിന്നെ എന്താ പറയാ, അവര് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയാണ്. പക്ഷെ അവര് അറിയില്ല ജോലി തേടണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനത്തെ കാരണം ഇപ്പൊ നടന്നു പോകുന്ന കാലം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ലെവൽ എന്ത് പോകണമെന്നോ ഒന്നും ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാർ. അപ്പൊ അതിനിടയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ബിസിനസ് ഓരോ ആൾക്കാർക്കും കോൺഫിഡൻസ് തരുന്ന ബിസിനസ്സാണ് അല്ലെ? കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കാരണം ഒരു ജോലി വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇൻ കേസ് അടുത്തത് എന്താണ് ഇതില്ലെങ്കിൽ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. എസ് എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. ചില വീട്ടമ്മമാരായിക്കോട്ടെ, നല്ല ജോലിയുള്ളവരായിക്കോട്ടെ, എല്ലാവർക്കും എസ് തന്നെ ആയിരിക്കും ആൻസർ വരിക അല്ലെ? പലപ്പോഴും ഞാനും ആവാറുണ്ട്. പലർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ നല്ല ബിസിനസ് നിലയിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം അതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ബിസിനസ് ഡൗൺ ആയി പോകുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിയുടെ പ്രഷർ ആയിരിക്കാം, ഇതിൽ വർക്ക് ചെയ്യുന്ന പ്രഷർ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ബിസിനസ്സിലോട്ട് ഒരിക്കലും അതൊന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. കാരണം നമ്മുടെ കൂടെ നമ്മുടെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് റിഫ്ലക്ഷൻ നമുക്ക് വരുന്നത് നമ്മുടെ ബിസിനസ്സിലോട്ട് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് അത് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ടീമിന് പിന്നെ നമ്മുടെ കൂടെ വളരാൻ ഉദ്ദേശിച്ചവരൊക്കെ വളരാൻ പറ്റാത്തവരും, മനസ്സിലായില്ലേ? അവർ നമ്മൾ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ സൗന്ദര്യപ്പിണക്കം ഒക്കെ ഉണ്ടാവുന്നതാണ്. അത് ആവശ്യമാണ്. എന്താ മാത്രമേ അവിടെ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ബിസിനസിനെയും അതേ രീതിയിൽ തന്നെ നമ്മൾക്ക് കൊണ്ടു നടക്കണം അല്ലെ? ഇത് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ആന്റി ഏജിങ് പ്രൊഡക്റ്റുകളും പിന്നെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ ഉള്ളൊരു അത്രയ്ക്ക് നമ്മുടെ എങ്ങനെയാണ് പോസിറ്റീവ് കൊണ്ടുപോകാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ ഉള്ളത്, അതുപോലെ ഒരു പിന്നെ ഇവിടെ അദ്ദേഹത്തിന് യു എയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് പിന്നെ നമ്മുടെ ജോലി സാധ്യതകൾ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വരുമാനം, മിക്ക ആൾക്കാരുടെ വരുമാനം കുറക്കുകയാണ് ചെയ്യുന്നത്. ശമ്പളം കുറക്കുന്നു, ചില കാരണങ്ങൾ കമ്പനി ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വയസ്സാവും തോറും നമ്മുടെ ഇൻകം കുറഞ്ഞു വരുന്നുണ്ട്, നമ്മുടെ സേഫ്റ്റി കുറഞ്ഞു വരുന്നുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ വെസ്റ്റീജിലോട്ട് വരികയാണ്, നോർമൽ ലൈഫിന്റെ കാര്യമാണ് പറഞ്ഞത്. വെസ്റ്റീജ് നമ്മുടെയൊക്കെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മുടെ ഓരോ ഏജ് കൂടുന്നതോളം ഇൻകം കൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ഇന്ന് ജോയിൻ ചെയ്ത ആളെ ഈ മാസത്തെ ഇൻകം ആയിരിക്കില്ല അടുത്ത മാസം, ഇൻകം കൂടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഏജ് റിവേഴ്സ് ആവുന്ന പോലെ നമ്മുടെ വരുമാനവും കൂടി അതേപോലെ പിന്നെ കൂടി വരുന്ന അത്രയ്ക്കും ഒരു സ്കോപ്പിൽ ഒരു ബിസിനസ് ആണ് അല്ലെ? അതിന് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിലോട്ട് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ആർക്കെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പിന്നെ ഉണ്ടോ? അറിയാത്തവര് നോ അടിക്കുക കേട്ടോ. നിങ്ങളുടെ അപ്ലൈ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും ഓൺലൈൻ പർച്ചേസിങ് പഠിക്കുക. അപ്പൊ അത് എന്റെ സജഷൻ കൂടിയാണ്. ഇല്ലെങ്കിൽ അവരുടെ അപ്ലൈന് നിങ്ങൾ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഡൗൺലൈനിൽ കൊടുക്കുക കേട്ടോ. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പണ്ട് ഒരു 2 വർഷം മുമ്പേ ഉണ്ടാക്കിയ പിന്നെ വീഡിയോ ആണ് എല്ലാവരും അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ആ വീഡിയോ നോക്കിയിട്ട് ആൾക്കാർക്ക് പർച്ചേസിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. നിങ്ങൾ അപ്ലൈന് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഡൗൺലൈൻസിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓരോ ആൾക്കാരും നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഡൗൺലൈൻസിന് വളരെ ഇഷ്ടമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നില്ല, കാരണം നമ്മുടെ ഡയറക്റ്റിൽ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും ഓൺലൈൻ എല്ലാവരും പർച്ചേസ് പഠിക്കുക കേട്ടോ. നമ്മുടെ 100% ഓൺലൈൻ ആൾക്കാർ അല്ലെങ്കിൽ 80% ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈൻ പിന്നെ മാക്സിമം നമ്മൾ ഡൗൺലൈനിലോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് 90 പേരെ ആയിട്ടുള്ളൂ ബിസിനസ് ഉടമ. ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 3 സ്റ്റെപ്പ് കൊണ്ട് എങ്ങനെ ക്രൗൺ ലെവലിൽ എത്താം, ക്രൗൺ ഡയറക്ടർ ആവാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഇതിപ്പോ പുതിയ ആളുണ്ടാവും, 8% ആവാത്തവരുണ്ടാവും, 5% നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവാം, 12 ഒക്കെ ഉണ്ടാവും അല്ലെ? ബ്രോൺസ് ആവാത്തവര്, നെക്സ്റ്റ് ലെവൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇതില് പറയാനുള്ളത്
നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ 5% ഉള്ളവർക്ക് 8% ആവാം, 8 12 ആവാൻ പറ്റും, പിന്നെ 12 ബ്രോൺസ്, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് ബ്രോൺസുകാർക്ക് മാത്രമല്ല, ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ഏതാ ഇപ്പോൾ ഉള്ളത് അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പൊ പ്രത്യേകം ഈ ബ്രോൺസ് പിന്നെ എന്താ പറയാ ഈ ക്രൗൺ ഡയറക്ടർക്ക് ആവാനുള്ള ഇത് മാത്രമല്ല കേട്ടോ, ക്രൗൺ ആവുക മാത്രമല്ല, എല്ലാവർക്കും ഈ സിസ്റ്റം ക്രൗൺ ആവുന്ന സിസ്റ്റം ഇന്നും ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത ലെവലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ സെഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഷാജി സാറ് പിന്നെ ഓരോ ടീം മീറ്റിലും നമ്മൾക്ക് അത്രയ്ക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ മാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെ. ഓരോ വ്യക്തികൾ, കാരണം പ്ലാൻ എടുത്ത് ഓരോ വ്യക്തികളും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ എന്താ ആവശ്യമുള്ളതെന്ന് അവർക്കറിയാം. അതനുസരിച്ചിട്ടായിരിക്കും അവർ ഇത് പ്ലാൻ ചെയ്യുന്നത് അല്ലെ. ഒരുപാട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആവശ്യങ്ങളെ ക്രോഡീകരിച്ച് എന്താണ് ഏറ്റവും മുൻതൂക്കമായിട്ട് ആൾക്കാർ പറയുന്നത് അതിന്റെ പോലെയാണ് ഓരോ സെഷനും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നും അദ്ദേഹം നമുക്ക് അതിനുവേണ്ടിയാണ് അങ്ങനെയുള്ള നല്ലൊരു സെഷൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഷാർജയിൽ ഫാമിലി ആയിട്ട് പുതിയ ആൾക്കാരെ ആണെങ്കിൽ പരിചയപ്പെടുത്താം. ഷാർജയിൽ ഫാമിലി ആയിട്ട് ഈ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന പിന്നെ ഷാജി സാറിനെ നമ്മൾ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം യുഎഇയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഓഫർ കിട്ടിയപ്പോഴേക്കും കുറച്ചു കാലം മാത്രം വളരെ ചെറിയ സമയം പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പിന്നെ ഫാസ്റ്റ് ഗ്രോത്തിൽ എത്താൻ പറ്റുമെന്നത് പിന്നെ തോന്നിയപ്പോൾ അദ്ദേഹം ഇതിലോട്ട് മൂവ് ആവുകയും ചെയ്യുന്നത്. അതോടുകൂടി തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിന് ഗ്രോത്ത് എന്നത് നല്ല ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. നല്ലൊരു ടീം സെറ്റ് നമ്മളൊക്കെ ഓർഗനൈസേഷൻ ഇത്ര വലിയൊരു ഓർഗനൈസേഷൻ ഓൺലൈനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഓരോ ആൾക്കാർക്കും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള വന്നിട്ട് അവരെ കൂടെയുള്ള വന്നൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഓരോ സിസ്റ്റം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. ഷാജി സാർ വെൽക്കം. എല്ലാവരും പെന്നും പേപ്പർ എടുത്ത് വെക്കുക, കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എഴുതി വെക്കുമ്പോൾ കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഷാജി സാർ നമ്മൾ വെൽക്കം ചെയ്യുന്നു. ഡ്രോ കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ലക്കി ഡ്രോ കൂടി ഉണ്ട്. നമ്മുടെ 100 PV കൺസിസ്റ്റീരിയ ലക്കി ഡ്രോ ആണ്. അപ്പോ ആരായിരിക്കും ഇന്നത്തെ ഭാഗ്യവാൻ ഭാഗ്യവതി നോക്കാം. കണ്ണനാണ് ഡ്രോ എടുത്ത് കേട്ടോ. നമ്പർ 13 ആണ്. ആരെങ്കിലും നോക്കാവോ? ഞാൻ സ്റ്റാർ ക്ലബിൽ ഇട്ടിട്ടുണ്ട്. നമ്പർ 13 ആരെങ്കിലും നോക്കാവോ? സ്റ്റാർ ക്ലബിൽ നോക്കിയാൽ പേര് നോക്കിയാൽ ആരെങ്കിലും നോക്കിയ സ്റ്റാർ ക്ലബിൽ മെസ്സേജ് നോക്കിയോ? കിട്ടിയില്ലേ? ആരെങ്കിലും മെസ്സേജ് നോക്കിയോ? ബാസിമ. ഓക്കെ, കൺഗ്രാജുലേഷൻ ബാസിമ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ബാസിമ ഉണ്ട് ഇതില് പ്ലാറ്റ്ഫോമിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കോ. ബാസിമ ഉണ്ടോ? ഇല്ലെന്ന് ബാസിമ ഇല്ല. ഉണ്ടെങ്കിൽ വീഡിയോ ഓണാക്കാം. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ സെഷൻ. താങ്ക് യു സുരേഷ് സാർ, വളരെ മനോഹരമായിട്ട് എന്നെ എഡിഫൈ ചെയ്തു, എന്നെ സംസാരിച്ചു, എന്നെ പരിചയപ്പെടുത്തി തന്നു. 99 ഒരാളും കൂടെ കയറുവാണെങ്കിൽ ബെസ്റ്റായിരുന്നു. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുക. കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോ ഓണാക്കട്ടോ, കാരണം എന്നാലും എനിക്ക് അതൊന്ന് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ എനർജി ലോ ആയിപ്പോവും. പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കട്ടോ. അത് എപ്പോഴും പറയാൻ ആൾക്കാർ, നമ്മുടെ ലീഡേഴ്സൊക്കെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വീഡിയോ ഓണാക്കി തന്നെ വരിക. സോറി, കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ മെസ്സേജ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റും. ഓക്കെ, എല്ലാവർക്കും മെസ്സേജ് ഇടാട്ടോ. ഞങ്ങൾ മെസ്സേജ് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോ ഓണാക്കാവോ? എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലായെങ്കിൽ ഒന്ന് വീഡിയോ ഓണാക്കും. കാരണം എനിക്ക് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെയാണ് അതിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് 3 സ്റ്റെപ്പ് വെച്ച് നമുക്ക് ക്രൗൺ ഡയറക്ടർ ആവാം, എങ്ങനെ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഞാൻ ആ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മുഖമാണോ, ചെയ്യാൻ പറ്റുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്കും ഇനി ഐഡിയ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാൻ, കുഴപ്പമില്ല. ഓക്കെ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കേട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും, കുഴപ്പമില്ല.
ബോറടിച്ചാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്സ് ആണ്. കാരണം എന്നിട്ട് നിങ്ങൾ ക്രൗൺ പിടിച്ചില്ല എങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ഞാൻ ഈ പറയുന്ന കാര്യം സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. 3 സ്റ്റെപ്സ് ടു ക്രൗണിലേക്കാണ് പോണത്. 100 പേര് 100% ആയിട്ടില്ല. ഇനി അതിൽ കയറാൻ പറ്റാനിട്ടാണ് അല്ലല്ലോ. 101. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? ഇതിൽ പുതിയതായിട്ട് ഇതുവരെ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എങ്കിലും നിങ്ങൾ കേട്ടോളൂ. 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഒരു 1 ഇയർ കൊണ്ട് 1 lakh ഇൻകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതെത്താൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ആ സ്ലൈഡിലേക്ക് വരാം. ഞാൻ ഇത് പറയുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, സ്ലൈഡ് കാണാമെന്ന് വിശ്വസിക്കുന്നു സുരേഷ് സാറേ. കാണുന്നുണ്ട്. ഓക്കെയാണ്, ഓക്കെയാണ്. ഇതാണ് നമ്മളെ 3 സ്റ്റെപ്സ് ടു ക്രൗൺ. ഒരു 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഒരു ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. ഈ 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മഹാബലി പണ്ട് കൊടുത്ത സ്റ്റെപ്പ് അല്ല കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു വർക്ക് രീതിയാണ്. ഈ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതിൽ നമ്മൾ ഇതിൽ 3 സ്റ്റെപ്പ്, ഒന്ന് കോർ ക്ലബാണ്, രണ്ടാമത് ഗോ ഗെറ്റർ ക്ലബാണ്, മൂന്നാമത്തെ ക്രൗൺ ക്ലബാണ്. ഈ ഒരു 3 ക്ലബിനെ നമ്മൾ ക്രിയേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ക്രൗൺ ഡയറക്ടർ വിത്ത് 1 lakh ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പുതുതായി വന്ന വ്യക്തി സീരിയസ് ആണെങ്കിൽ അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ബിസിനസ്സിൽ വിശ്വാസം വന്ന വ്യക്തികൾക്ക് വളരെ ഈസിയായിട്ട് എത്താൻ പറ്റുന്നുണ്ടാവും. 100% വെസ്റ്റീജിനെ മനസ്സിലാക്കുന്ന, 100% വെസ്റ്റീജിനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് 1 വർഷം വേണമെന്നില്ല അതിന് മുന്നേ എത്താൻ സാധിക്കും. 100% നിങ്ങളത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടോ, എനിക്ക് കാണാൻ ഒരു ഉത്സാഹം കിട്ടും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കോർ ക്ലബിനെ ക്രിയേഷൻ ചെയ്യാണ്. എങ്ങനെയാണ് ഒരു കോർ ക്ലബിനെ ക്രിയേഷൻ ചെയ്യും? നമ്മൾ ആദ്യം ഒരു കോറായി മാറും. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയാം എന്താണ് കോർ എന്നുള്ളത്, അറിയാമല്ലേ? വിന്നിങ് ടീമിന്റെ കോർ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 150 PV ചെയ്യുന്ന, ഇതിൽ ഞാൻ പറയുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, പല ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയേക്കരുത് കേട്ടോ. ഞാനീ പറയുന്നത് നമ്മളൊരു 1 lakh+ ഇൻകം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു 1 ഇയർ കൊണ്ട് 1 lakh എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതല്ല കുറച്ച് വൈകിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ പല ആൾക്കാർക്കും ഇതിന് ടെൻഷനാണ്. പല ആൾക്കാർ ഇന്ന് ഞാൻ പുതിയ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ആ 100 PV എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അത് ആദ്യമായിട്ട് വന്ന ആൾക്കാർക്ക് പേടി കൊണ്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ഒരു വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ പറഞ്ഞ ഒരു 150 PV പേഴ്സണൽ PV, അത് 10-ാം തീയതിക്ക് മുന്നേ, എല്ലാ മാസവും 10-ാം തീയതിക്ക് മുന്നേ ചെയ്യുന്ന വ്യക്തി കോർ വ്യക്തിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, മയാമേ കോർ എന്ന് പറഞ്ഞ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അത് 150 PV പറയുന്നെങ്കിൽ പോലും ഞാനൊരു 10 PV കൂടെ എക്സ്ട്രാ പറഞ്ഞ് 160 ആക്കാൻ പറയാണ്. കാരണം 160 ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 വൗച്ചറുകൾ, കൺസിസ്റ്റൻസി വൗച്ചറുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 160 PV 10-ാം തീയതിക്കുള്ളിൽ ചെയ്യാം എവരി മന്ത്. അതാണ് ഒരു കോർ വ്യക്തിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. എന്തെങ്കിലും വോയിസ് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ സുരേഷ് സാർ, നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ 10 കോർ സ്റ്റെപ്പ് ഡെയിലി ബേസിസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. 10 കോർ സ്റ്റെപ്പ് നമ്മൾ പല ദിവസവും രാവിലെ സെഷൻ ചെയ്യുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാർക്കും അറിയാം 10 കോർ സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. അത് ഫോളോ ചെയ്യുന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ബി എ പ്രസന്ററായി മാറും എന്നുള്ളതാണ്. ഈ 3 കാര്യത്തെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. നിങ്ങൾ 150 PV അല്ലെങ്കിൽ 160 PV എല്ലാ മാസവും 10-ാം തീയതി ചെയ്യുന്ന വ്യക്തി നിങ്ങൾ കോറാണ്. അതേപോലെ 10 കോർ സ്റ്റെപ്പിലെ കാര്യങ്ങൾ അത് നമ്മൾ 100% ഫോളോ അപ്പ് ചെയ്യും. 10 കോർ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. അത് എല്ലാ ദിവസവും ക്ലാസ്സിലും രാവിലെ പറയുന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിശ്വസിക്കുന്നു. അത് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക്
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ പ്രസൻറ്റേഷൻ പഠിക്കുക. ഡെയിലി 2 മണിക്കും 5 മണിക്കും രാത്രി 9 മണിക്കും നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യുന്നത്, അവരുടെ ഡൗട്ടുകൾ എങ്ങനെ ക്ലിയർ ആക്കുന്നത്, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു കോർ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെല്ലാവരും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് പ്ലാൻ കൊടുക്കാൻ ഇന്നൊരാൾ ഷാജി സാറ് പ്ലാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന ആൾ പ്ലാൻ കൊടുക്കുന്നു എന്നുള്ള ചിന്താഗതിയിലല്ലാതെ എനിക്കിത് എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ഒരു പ്രസൻറ്ററായി മാറാൻ നമ്മൾ ശ്രമിക്കുക. രണ്ടാമത് ഒരു 5 അല്ലെങ്കിൽ 5 10 ഒരു ലോയൽ കസ്റ്റമറെ നമ്മൾ ക്രിയേഷൻ ചെയ്യിക്കുക, കസ്റ്റമറിൻ്റെ ക്ലബ്ബ് ക്രിയേഷൻ ചെയ്യുക. 5 അല്ലെങ്കിൽ 10 പേരുടെ ലോയൽ കസ്റ്റമറുടെ ക്ലബിനെ ഉണ്ടാക്കിയെടുക്കുക. ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി വിറ്റ് നടക്കലല്ല കേട്ടോ, സാധനങ്ങൾ വാങ്ങി വിറ്റ് നടക്കലല്ല. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് നിങ്ങളെ പരിചയമുള്ള, ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പരിചയക്കാരെയും ബന്ധുക്കാരെയും ഇതിൽ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന വിഷയം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്കറിയാവുന്ന വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് റിജക്ഷൻ വരുന്നത് നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ അവർ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരാതികളായിരിക്കും ആദ്യം നമുക്ക് കൊണ്ടുവരുന്നുണ്ടാവും. അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അവരെ ജസ്റ്റ് ഒരു കസ്റ്റമർ ആയിട്ട് കൂടെ നിർത്തുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ തോന്നും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിനകത്ത് സോപ്പോ പേസ്റ്റോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ചായപ്പൊടിയോ പാത്രം കഴുകാനുള്ളതോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ ഷാമ്പോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത പ്രാവശ്യം അത് തീരുന്ന സമയത്ത് നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള ഒരു 5 അല്ലെങ്കിൽ 10 പേരെ നമ്മൾ ക്രിയേഷൻ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ പറയാം, ഒരു ഷാമ്പും ഒരു ഹെയർ ഓയിലും വാങ്ങിക്കുന്ന വ്യക്തി അത് തീരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടാവും, അല്ലേ? അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് അവർ രണ്ടാമത് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടാവും 100% ആയിട്ട്. ഈ വ്യക്തികൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് ചോദിച്ച് വാങ്ങിക്കുന്ന, അതിനെയാണ് ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞത്. നമ്മൾ നടന്ന് സെയിൽ ചെയ്യുന്നതല്ല, നമ്മളോട് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇഷ്ടം കാരണം അവർ നമ്മോട് ചോദിക്കുന്ന ഒരു 5 10 ലോയൽ കസ്റ്റമറിനെ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ 150 PV ചെയ്യുന്ന നമുക്കതിനെ കുറച്ചും കൂടെ കൂടുതലേക്ക് പോയിന്റ്സ്, പേഴ്സണൽ PV, മൈ PV എന്നുള്ള അവിടെ കുറച്ച് പോയിന്റുകൾ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു പുതിയ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു വരുമാനത്തിൽ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ളവർക്കൊക്കെ ഇത് എളുപ്പമായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് 150 PV ചെയ്യുന്നതോടൊപ്പം ഈ ഒരു ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ 150 PV നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ടോ. ഈ ലോയൽ കസ്റ്റമർ എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ഇത് ഒരു കോർ, ഇപ്പം നിങ്ങളെല്ലാവരും, ഇപ്പം സോണിയ എന്ന വ്യക്തി പുതിയതായി ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ്, റോബി ചേട്ടൻ പുതിയതാണ്, അല്ലെങ്കിൽ നാസറുമായി പുതിയ ആൾക്കാരാണ്, അശോകൻ ചേട്ടൻ എല്ലാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടക്കും. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കോറായി മാറുക എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് വെച്ചിരുന്നു. ഇപ്പം സോണിയ വരയ്ക്കുന്ന ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഇതൊക്കെ 150 PV ഒക്കെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ, ഞാൻ പുതിയതല്ലേ, എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്താണോ തുടങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുമോ അത് രീതി ചെയ്താൽ മതി. ഇതിലേക്ക് വരാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ വരുമാനം 1 ലക്ഷം രൂപ അടുത്ത വർഷം ജനുവരിയിലേക്ക് ആവാൻ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പുതുക്കക്കാരായതുകൊണ്ട് അത്ര സാധനം വാങ്ങിക്കാൻ അറിയത്തില്ല, കമ്പനിയെ കുറിച്ച് അറിയത്തില്ല, ക്വാളിറ്റി അറിയത്തില്ല, ഗുണമുണ്ടോ എന്ന് അറിയത്തില്ല, ആ ഒരു വിശ്വാസം വരുന്നത് വരെ കുറച്ച് ക്ഷമ വേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 അല്ല ചിലപ്പോൾ 500 തന്നെ വേണ്ടി വരും. അത്രത്തോളം സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ. അപ്പോൾ പുതിയ ആൾക്കാർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഹോം കെയർ ഐറ്റംസും അതോടൊപ്പം നമ്മളെ ഹെൽത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ തുളസി ഡ്രോപ്സും ആംലയും കൊളസ്ട്രോളും അലോവേര സ്പിരുലിന അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ്. അതും അങ്ങനെ പേഴ്സണലായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഈ പറഞ്ഞ 5 6 അല്ലെങ്കിൽ 10 ലോയൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു 10 PV 20 PV ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഒരു കുക്കിംഗ് ഓയിൽ കൊടുത്താൽ പോലും 9 PV ആയി, ഒരു കുക്കിംഗ് ഓയിൽ ഒരു സോപ്പും കൊടുത്താൽ 10 PV ആയി. ഇങ്ങനെയുള്ള ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 100 PV അവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു നമ്മളിത് 100% നമ്മളിത് ചെയ്യുന്ന വ്യക്തിയെ മാറണം. പിന്നെ വിന്നിങ് ടീമിൻ്റെ ടൂൾസ് നമുക്കുണ്ട്. അത് പല ആൾക്കാർക്കും അറിയത്തില്ല. ഇതുപോലത്തെ ഒരു ബുക്ക് ഉണ്ടാവും, കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു, അല്ലേ? കാണുന്നുണ്ടാവും. ഇത് 10 കോർ സ്റ്റെപ്പിൻ്റെ ബുക്കാണ്. ഇതിൻ്റെ മലയാളം കിട്ടാറുണ്ട്. തൃശ്ശൂർ ഷോപ്പിൽ ഓർഡർ ചെയ്ത് അവർ കൊറിയർ അയച്ചു തരുന്നുണ്ടാവും. ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. റോഡ് മാപ്പ് ടു സക്സസ് എന്നിട്ടുണ്ടാവും. അതുപോലെ
പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആ ഒരു അതിൻ്റെ ബുക്ക്, അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട് മലയാളത്തിൽ. അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മലയാളത്തിൻ്റെ ഇതുണ്ട്. അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമ്മളൊരു ജോലിക്ക് പോകുന്ന വ്യക്തി ടൂൾസ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ പണിയെടുക്കാൻ പറ്റത്തില്ലല്ലേ. ഒരു ഇലക്ട്രീഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് പണിക്ക് വരാണെങ്കിൽ അദ്ദേഹം ടൂൾസ് ഒന്നും എടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, ആകെ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനും നമുക്കൊരു ടൂൾസ് വേണം, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വാങ്ങിക്കുക. നമുക്കൊരു വ്യക്തിയെ പ്ലാൻ പറയണമെങ്കിൽ ഇത് കാണിക്കാൻ സാധിക്കുന്നുണ്ടാവും. സക്സസ് പ്രൊഫൈൽ, അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇതിൻ്റെ ഒരു പാക്കേജ് വാങ്ങിച്ച് 20 ഉണ്ടാവും. ചെറിയ പൈസയേ ഉള്ളൂ. ഇത് 20 പേർക്ക് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇന്നലെ ദുബായിൽ 2-3 ഫാമിലിയെ കാണാൻ പോയ സമയത്ത് അവർക്കെല്ലാം ഓരോ കൊടുത്തിട്ട് വന്നത്. എല്ലാ ടൂൾസും ഓരോ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തേ. കാരണം ഞാനത് ഒരുമിച്ച് വാങ്ങിച്ചതാണ്, അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഈ നിസ്സാരമായ കാര്യങ്ങളാണ് 150 PV പേഴ്സണൽ PV, 10 കോർ സ്റ്റെപ്പ് ഡെയിലി. 10 കോർ സ്റ്റെപ്പ് ഇത് ഈ സാധനം ഇതിനകത്ത് ബുക്കിനകത്ത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ എന്താണ് 10 കോർ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പഠിക്കുക, അതിന് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ ലോയൽ കസ്റ്റമറെ ക്രിയേഷൻ ചെയ്യുക, വിന്നിങ്ങിൻ്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ആൾക്കാരെ കാണാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യത്തെ ഒരു വ്യക്തി കോറായി മാറാൻ. ഇപ്പം ഇതിലുള്ള മഹേഷൻ ചേട്ടൻ, അല്ലെങ്കിൽ കൃഷ്ണവേണി ചേച്ചി, അല്ലെങ്കിൽ നീതു ലിജോയ്, ആരായിക്കോട്ടെ, പേര് വിളിക്കുന്ന, ഞാൻ മുന്നിൽ കാണുന്ന ആൾക്കാർ പേര്, നിങ്ങളെ പേര് വിളിക്കണമെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചാൽ ഞാൻ പേര് വിളിച്ചോളാം. ഓക്കെ, അജയ് സെബാസ്റ്റ്യൻ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇതിൽ ആദ്യം നിങ്ങൾ കോർ വ്യക്തികളായി മാറാൻ ശ്രമിക്കണം. ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ അതിനെ പറഞ്ഞു തരുന്നുണ്ടോ കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഓക്കെ, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് 150-160 PV പറഞ്ഞു, അത് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ശ്രമിച്ചാൽ അതിലേക്ക് എത്താൻ സാധിക്കും. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ബിസിനസ്സിൽ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഈ ഒരു 160 PV, സെൽഫ് PV, മൈ PV എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ ചെയ്യുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്യം. അതിന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നമ്മളെ ബന്ധത്തിലുള്ള, നമ്മളെ പരിചയത്തിലുള്ള ഒരുപാട് ചങ്ങായിമാർ, നമ്മളെ ബന്ധക്കാർ, നമ്മളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പോയി കണ്ടുകൊണ്ട് അവരോട് പറയാം, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇന്ന കമ്പനിയിലാണ്, വെസ്റ്റീജിൽ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു സോപ്പും പേസ്റ്റും അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് ചായപ്പൊടി അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ തിരിച്ചെനിക്ക് തന്നേക്ക്, പൈസ ഞാൻ തിരിച്ചു തരാൻ റെഡിയാണ്, എൻ്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ തന്നെ പറയണം. അല്ലാതെ നിങ്ങൾക്കതിൽ MRP ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് പറയരുത്. ആ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ബന്ധക്കാരോടും ചങ്ങായിമാരോടും ഇങ്ങനെ തന്നെ പറയണം. എന്നെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, നിങ്ങളെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് കുറച്ചെങ്കിലും സാധനം വാങ്ങി ഉപയോഗിച്ച് നോക്കാതിരിക്കില്ല. അപ്പം നമുക്ക് ഈ ലോയൽ കസ്റ്റമർ അവിടെ സെറ്റാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇനി ഇത് വാങ്ങിക്കാതെ കൊണ്ട് അവരുടെ ദേഷ്യ ഫ്രണ്ട്സ് ഇതൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട, അവരുടെ ദേഷ്യമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് പോകേണ്ടത്. പിന്നെയുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എങ്കിൽ റെഡിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? റെഡിയാണോ? 6 ടൈപ്പ് ചെയ്യാവോ? ഞാനും അച്ഛൻ സാറിനെ പോലെ തുടങ്ങി 6 ടൈപ്പ് ചെയ്യാവോ? ടൈപ്പ് ചെയ്യുന്നില്ല, 11 മെസ്സേജ് അപ്പോൾ നേരത്തെ കിടക്കുന്ന മെസ്സേജ്, 6 മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നില്ല. ബുദ്ധിമുട്ടുണ്ടോ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി? ഇല്ല. ഓക്കെ, ആൾക്കാർ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, 6 ടൈപ്പ്, ഈ 6 ടൈപ്പ് ചെയ്ത ആൾക്കാർക്ക് ഇത് ചെയ്യാൻ ശ്രമിക്കണോട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, പതുക്കെ പതുക്കെ പോവാം. 160 ആയിട്ടില്ലെങ്കിൽ 100-ൽ എത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ 60-ൽ തുടങ്ങുക. പുതിയ ആൾക്കാർ 60-ൽ തുടങ്ങുക. എങ്ങനെയെങ്കിലും നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യൂ, നമുക്ക് എത്താൻ ശ്രമിക്കാം. ഒരു വർഷം കൊണ്ട് 2027 ജനുവരി മാസം ഒരുപാട് ക്രൗൺ ഡയറക്ടേഴ്സ് നമുക്ക് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താണ് കോറായി അല്ലേ? നിങ്ങൾ ക്രിയേഷൻ ചെയ്യേണ്ടത് 6 കോർ വ്യക്തികളെ 6 ഡിഫറെൻറ്റ് ടീമുകളായിട്ട്, നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന 6 ഡിഫറെൻറ്റ് ടീമുകളായിട്ട് ഇതിനെ കണക്റ്റ് ആക്കുക. ഇത് ആൻഡ്രിയ നായർ എന്ന വ്യക്തി ഇന്ന് ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയാണ് സോണിയ ബാബു എന്ന വ്യക്തിയെങ്കിൽ, അതേപോലുള്ള ഒരു 6 ഡിഫറെൻറ്റ് ടീമുകളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. ഷബാന മാട്ടൂൽ ഇന്ന് പുതുതായി ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഷബാന ചെയ്യേണ്ടത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കോറായി മാറാം.
കോറായി മാറാൻ ശ്രമിക്കുക. മാറുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയെ തോന്നുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ആയിട്ടില്ലെങ്കിൽ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, കളയരുത്. നമുക്ക് അതിന് പരിശ്രമിക്കാതെ ഇന്ന് നമുക്ക് ലോകത്തൊന്നും നേടാൻ സാധിക്കത്തില്ല, അല്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൽ എക്സാമാണ്, ആ ക്ലാസ്സിൽ സാറന്മാർ പഠിപ്പിക്കുന്നത് ഭയങ്കര ടഫായി തോന്നുന്നുണ്ടാവും, ഒന്നും മനസ്സിലാവത്തില്ല എന്ന് വെച്ച് നമ്മൾ ക്ലാസ് ഇറങ്ങി പോക്കുന്നില്ലല്ലോ. അല്ലല്ലോ, നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, ഉറക്കം വിളിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ഇതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് 1,00,000 ഇംഗത്തിലൊക്കെ പോകാൻ സാധിക്കത്തുള്ളൂ. ഒരു 160 PV ചെയ്ത് നമ്മൾ കോറായി മാറിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 6 ടീമിനെ നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി, എപ്പോഴും ഞാൻ പറയുന്നതാണ്, 6 ടീമിനെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ സീരിയസ് ആക്കിയിട്ട് മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാള് ഉച്ചക്കത്തെ 2 മണിൻ്റെ അല്ലെങ്കിൽ 9 മണിയുടെ പ്രസന്റേഷൻ കേട്ടു, നമ്മളെ വാക്ക് കേട്ട് മോട്ടിവേഷനായി ഐഡിയ എടുക്കുന്ന, ജോയിൻ ചെയ്യുന്ന, ഉടനെ തന്നെ പർച്ചേസിങ് എപ്പോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അവർക്ക് എളുപ്പമായിട്ട് ഉത്തരം പറയാൻ പറ്റും നോ, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ തരാൻ അവർ മടി കാണിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും അവരോട് ഈ പ്രസന്റേഷൻ 2 മണിക്ക് കേട്ട വ്യക്തിയുടെ ഐഡിയ എടുക്കാനല്ല നിർബന്ധം പിടിക്കേണ്ടത്. അവരോട് ഒരൊറ്റ കാര്യം, ഒരു 1-2 പ്രാവശ്യം കൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ, കേട്ട് നോക്കൂ, അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കയറും, അവർ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം ഐഡിയ എടുത്തു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഐഡിയ എടുക്കാൻ നല്ല താല്പര്യം തരും. ആദ്യത്തെ പ്രാവശ്യമാണ് ആധാറൊക്കെ തരുന്ന സമയത്ത് അവർക്ക് പേടി കാണും. ആധാർ തന്നത് കൊണ്ട് പിന്നെ അവർ ബിസിനസ്സിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ വരുന്ന ആൾക്കാരെ ഒന്ന് ഇതിൽ ആദ്യം പിടിച്ചു നിർത്താനെങ്കിലും നമ്മൾ ആദ്യം ശ്രമിക്കണം. കാരണം 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ ബിസിനസ് മനസ്സിലാവത്തുള്ളൂ, ഒരു വിശ്വാസം വരത്തുള്ളൂ. അപ്പം നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 6 വ്യക്തികളെ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ്. ഈ ബിസിനസ്സിൽ അവരുടെ മീറ്റിങ്ങിലേക്ക് 2-3 മീറ്റിങ്ങുകൾ പങ്കെടുപ്പിക്കുക. അതിനുശേഷം ഐഡിയ എടുക്കുക. ഐഡിയ എടുത്തതിന് ശേഷം ആ വ്യക്തികളെ കോറാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണോ ആയ കോർ, അത് നിങ്ങളും അതേപോലെ നിങ്ങളുടെ നേരിട്ടുള്ള 6 വ്യക്തികളെ കോറാക്കി മാറ്റാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും, ആദ്യം ചിലപ്പോൾ വരത്തുണ്ടാവത്തില്ല, അവർ കോറായി മാറുന്നുണ്ടാവും. ചിലപ്പോൾ ബിസിനസ്സിലുണ്ടാവും 6 പേര് ജോയിൻ ആയിട്ടുണ്ടാവും, ഐഡിയ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ 30, 40, 50 PV പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അടുത്ത മാസമെങ്കിലും അദ്ദേഹത്തിന് നമുക്കത് കോറാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ആ ചങ്ങായി ചിലപ്പോൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, ആ വ്യക്തി കോറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന വ്യക്തി ആവണമെന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതിന് താഴെ വന്ന വ്യക്തിയോ അല്ലെങ്കിൽ അതിന് താഴെ വന്ന വ്യക്തി അതിനകത്ത് ആക്റ്റീവായി നിൽക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ടീമിനെ നമ്മൾ കോറാക്കി മാറ്റുക. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 6 ടീമുകളിലേക്ക് 6 ടീമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അവരെ CEP-യിലേക്ക്, രാവിലെ നടക്കുന്ന മോർണിംഗ് CEP-യിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിക്കണം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ CEP പ്രോഗ്രാം ഉണ്ട്. CEP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഡെയിലി ഉണ്ടാകുന്നതാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസും ഓരോ ലീഡേഴ്സിന്റെ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റെപ്പുകൾ, ഈ 10 കോർ സ്റ്റെപ്പും 13 എസെൻഷ്യലും പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടാവും. ചില സമയത്ത് റെക്കോർഡ് സെഷൻ ആയിരിക്കും, ചിലപ്പോൾ വലിയ വലിയ എക്സ്പീരിയൻസ് ആയിട്ട് ലീഡർമാരുടെ സെഷൻ ഉണ്ടാവും. ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രൊഡക്റ്റിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതാണ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ അത് രാവിലെ 6 മണിക്ക് ഇതേ ലിങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കയറാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്രൊമോട്ട് ദ വിന്നിംഗ് ടീം സിസ്റ്റം. ഈ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സിസ്റ്റത്തെ പ്രൊമോഷൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ 10 കോർ സ്റ്റെപ്പും ആ ടൂൾസും ഈ കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തു അത് അവരിലേക്ക് പ്രൊമോഷൻ ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് യുവർ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ. അതറിയോ എന്താണ് ആക്ടിവിറ്റി സർക്കിൾ? ഇതിനൊരു ബുക്ക് കിട്ടാനുണ്ട്, അതിവിടെ കാണാൻ. പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ബുക്ക് നമുക്ക് ഇതിനകത്ത് ടൂൾസിൻ്റെ കൂടെ വാങ്ങിക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അത് എഴുതി വെക്കണം. എഴുതി വെച്ച് വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഇന്ന് തന്നെ ആൾക്കാർക്ക് പ്ലാൻ കാണിക്കുന്നു, അവർ ഓക്കെ ആണോ, അവർ ഐഡിയ എടുത്തു, അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്തു, അതെല്ലാം നമുക്ക് അതിനകത്ത് ബുക്കിൽ ആ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ തന്നെ ബുക്കിൻ്റെ അകത്തുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് പോകണം. ഒരു സാധാരണ രീതിയിൽ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ചിലപ്പോൾ അറ്റൻഡൻസ് ബുക്ക് ഉണ്ടാവും, വേറെ എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കാറുണ്ടല്ലേ. അത് നമ്മുടെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ്. ഇവിടെയും അതേപോലെ ഒരു ജോലിയെ പോലെ, ഒരു ഓഫീസ് പോലെ ടേബിൾ ഉണ്ടാക്കി നമ്മൾ ബുക്കും ഈ ടൂൾസ് എല്ലാം ആ ടേബിൾ ഉണ്ടായി അതേ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഒരു സാധാരണ രീതിയിൽ വർക്ക് ചെയ്യും, ഓഫീസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ രീതിയിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് കൂടി ഈ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പല ആൾക്കാരും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കും, ആരെങ്കിലും പലപ്പോഴും വിളിക്കും, വഴിയിൽ വെച്ച് ഒരാൾ അത്യാവശ്യമായിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ആ ചങ്ങായിക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കും, അദ്ദേഹം നോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചത്തേക്ക് നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവത്തില്ല. ഇങ്ങനെയാണ് പല ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളത് ബിസിനസ് രീതിയിൽ തന്നെ
ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ നമ്മൾ ഈ ഇതുപോലെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിളൊക്കെ എഴുതണം, ബുക്കിൽ എഴുതണം. ഇന്ന ആൾക്കാർക്ക് പ്ലാൻ കാണിച്ച് ഇവരെ ഫോളോ അപ്പ് ചെയ്യാനുണ്ട്. അവർ ഓക്കെ ആയെങ്കിൽ ഓക്കെ എഴുതുക, അവർ ഐഡിയ എടുത്തെങ്കിൽ ഐഡിയ എടുത്തെന്ന് എഴുതുക, പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്തു. ഇവരെ ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഈ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ. ആ രീതിയിൽ എല്ലാവരും നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ഗോ ഗെറ്റർ എന്ന ഇതിലേക്ക് വരിക കേട്ടോ. ഗോ ഗെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 വ്യക്തികളെ ക്രിയേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ നമ്മൾ ബുക്കിൽ എഴുതുന്നത് എന്താ വെച്ചാൽ ഡെയിലി ഒരു 2 വ്യക്തികളെ പ്ലാൻ കാണിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ നമ്മൾ ലീഡേഴ്സ് റെഡിയാണ്. 2 വ്യക്തികളെങ്കിലും ഈ ഒന്നിക്ക് 2 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് പ്ലാനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എല്ലാ ദിവസവും 2 പേരെ കൊണ്ടുവന്ന ആൾക്കാർ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യോ, ഞാൻ പറയാം അവരെ പേര്. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഡെയിലി 2 പേരെ കൊണ്ടുവന്ന ടീമൊക്കെ ഇതിനകത്തുണ്ട്, സ്ഥിരമായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ. എല്ലാ ദിവസവും 2 പേരെ അവർ മനസ്സിലുണ്ട്. ഇന്നത്തെ 2 മണിയുടെ പ്ലാനിൽ 2 പേരെ കൊണ്ടുവരണം, രാത്രി 9 മണിയുടെ പ്ലാനിൽ 2 പേരെ കൊണ്ടുവരണം, 5 മണിയുടെ പ്ലാനിൽ കൊണ്ടുവരണം. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അത് അവർ എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനോട് സമയം കണ്ടെത്തുന്നുണ്ടോ? നിങ്ങളും അതേപോലെ ഡെയിലി 2 പേർക്കെങ്കിലും പ്ലാൻ കാണിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അതൊരു 50% ജോയിനിങ് റേഷ്യോ ആക്കി മാറ്റി. ഇപ്പോൾ 2 പേർക്ക് പ്ലാൻ കാണിക്കുന്നെങ്കിൽ അതിൽ ഒരാളെങ്കിൽ ജോയിനിങ് ആവും. അപ്പോൾ 30 ദിവസം നമ്മൾ പ്ലാൻ കൊടുക്കുവാണെങ്കിൽ 30 പേര് ജോയിൻ ആയിട്ടുണ്ടോ? ബാക്കി പോയിട്ടുണ്ടാവും അല്ലേ? ഈ 30 പേരിൽ ഒരു 80-20 റേഷ്യോ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു 5-6 പേര് നിങ്ങൾക്ക് സീരിയസ് ആയി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു മാസം കൊണ്ടാണ് നിങ്ങൾ ആ ആദ്യം പറഞ്ഞ 6 ലെഗുകൾ ഓപ്പണായി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞ് എല്ലാ ദിവസവും 2 പേർക്ക് പ്ലാൻ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 60 പേർക്ക് പ്ലാൻ കാണിക്കാം. അതിൻ്റെ 50% ജോയിനിങ് റേഷ്യോ ആണെങ്കിൽ 30 പേരെങ്കിലും നിങ്ങളുടെ ജോയിനിങ് ചെയ്തിട്ടുണ്ടാവും. ആ 30 പേരിൻ്റെ 20% എടുത്ത് നോക്കാൻ ഒരു 5-6-10 പേരെങ്കിലും ബിസിനസ് സീരിയസ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? പിന്നെ മിനിമം ജോയിനിങ് ഒരു 100 PVയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം നമ്മൾ ഇത് ഓൾറെഡി വിന്നിംഗ് ടീമിൻ്റെ സിസ്റ്റമാണ്. നമ്മുടെ ടീമിന് മാത്രം നമ്മളായി മാറ്റിയെടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചിട്ട് സോപ്പും പേസ്റ്റും ചായപ്പൊടിയോ കുക്കിംഗ് ഓയിൽ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ഞാൻ ജസ്റ്റ് ചേഞ്ച് ആക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അത് ഓക്കെ ആണെങ്കിൽ അതൊരു 100 PVയിലേക്ക് കൊണ്ടുവരാനും 160 PVയിലേക്ക് വരാൻ ശ്രമിച്ചാൽ മതി പുതിയ ജോയിനേഴ്സിന് കേട്ടോ. പിന്നെ വിന്നിംഗ് ടീം ടൂൾസ് ഒരു 500 രൂപക്കുള്ള ടൂൾസ് എങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്റ്റാർട്ടർ പാക്കും എല്ലാ സാധനവും നമുക്ക് ടൂൾസായി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. തൃശ്ശൂർ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയറിൽ നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും. ഇത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഈ വെസ്റ്റേജിൻ്റെ സ്റ്റാർട്ടർ പാക്ക് അടക്കം അടുത്ത് വരും. സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു പാക്കിലുണ്ട്. എല്ലാ കാര്യങ്ങളും അടുത്തുണ്ടാവും. പിന്നെ സക്സസ് പ്രൊഫൈൽ കൂടെ വാങ്ങിക്കും. ഒരു 600 കൊടുക്കുന്ന സക്സസ് പ്രൊഫൈൽ കിട്ടും. ആ ഒരു ബുക്കിനകത്ത് ഈ ബിസിനസ്സിൽ വിജയിച്ച ലക്ഷങ്ങൾ 67 ലക്ഷമൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുടെ സ്റ്റോറി അടക്കം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ കർഷകരും ഓട്ടോറിക്ഷ ഡ്രൈവറും ടാക്സി ഡ്രൈവറും ഇതിൽ വിജയിച്ച് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു സക്സസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ഈ വിന്നിംഗ് ടീമിൻ്റെ അവിടെ അപ്പുറം. അത് ഞാൻ കാണിച്ചു തരാണ്. ആ ഒരു ബുക്ക് നമുക്ക് ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ കാണി ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നെങ്കിൽ അവർക്ക് കാണിക്കാൻ സാധിക്കും ഇദ്ദേഹം ഡോക്ടറാണ്, ഇദ്ദേഹം ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന വ്യക്തിയാണ്. നിങ്ങൾ ടാക്സി ഡ്രൈവറാണ് കാണിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ടാക്സി ഡ്രൈവറിൻ്റെ ഫോട്ടോ അതിനകത്തുണ്ടാവും, അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ ആൾക്കാരും പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, അവർ വിജയിച്ച് ഇതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അത് വെസ്റ്റേജിൻ്റെ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ ആ സക്സസ് പ്രൊഫൈലിൽ ഫോട്ടോ വരുവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്, ഡ്രീമാണ്. ഞാനും എൻ്റെ സ്വപ്നമായിരുന്നു ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ബുക്കിൽ എൻ്റെ പേര് വരുമോ ഫോട്ടോ വരുമോ എന്നുള്ളത്. അത് ഓൾറെഡി ഞാൻ 2 വർഷം മുന്നേ എൻ്റെ ഫോട്ടോ ആ ബുക്കിലുണ്ട്. അത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്കും കാണിക്കാൻ സാധിക്കും. ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സാറാണ്, ഷാജി സാറാണ്. അദ്ദേഹം ഈ ബിസിനസ് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമുക്കത് കാണിക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് അതിൻ്റെ ലാസ്റ്റ് പേജിൽ നെക്സ്റ്റ് ഫോട്ടോ നിങ്ങളെ ഒട്ടിക്കേണ്ട സ്ഥലമാണ്. അതിന് സ്വപ്നം കാണാം. ഞാൻ അതാണ് ആദ്യത്തെ പ്രാവശ്യം ചെയ്തത്. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാൻ അവിടെ സ്പേസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുന്ന സക്സസ് പ്രൊഫൈലിൽ നിങ്ങളുടെ ഫോട്ടോ വരാൻ നമ്മൾ ആഗ്രഹിക്കും. അത് ഞാൻ ആദ്യം വെസ്റ്റേജ് ജോയിൻ ചെയ്ത സമയത്ത് ആദ്യം അത് വരാനുള്ള കാരണം ദുബായിലൊക്കെ ഫണ്ട് ഒരു ലോഞ്ച് ഉണ്ട്, ഡയമണ്ട് ലോഞ്ച് എന്ന് പറഞ്ഞ ലോഞ്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡയമണ്ട് ഡയറക്ടറായി മാത്രമേ ആ ലോഞ്ചിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഈ വെസ്റ്റേജ് ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് അവിടെ അന്നുണ്ടായിരുന്ന കുറേ ലീഡർമാരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ജാടയാണ്. കാരണം ഡയമണ്ട് ഡയറക്ടറായ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, നമ്മളൊക്കെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അന്നുള്ളൊരു വാശിയായിരുന്നു ഡയമണ്ട് ഡയറക്ടറായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നുള്ളത്. അത് ഞാൻ പെട്ടെന്ന് ഒരു 1.5 വർഷം കൊണ്ട് തന്നെ അത് നേടിയെടുത്ത് പിന്നെ സ്ഥിരമായിട്ട് അതിനകത്ത് നമുക്ക് പോയിരിക്കാം. ഒരു ഓഫീസ് നമുക്കവിടെ ഓപ്പൺ ആയി കിട്ടുമായിരുന്നു. അത് എവിടെ വെസ്റ്റേജ് എവിടെ ഓഫീസുണ്ടോ അവിടെ ഒരു ഡയമണ്ട് ലോഞ്ച് ഉണ്ടോ.
അവിടെ നമുക്ക് പോകാൻ സാധിക്കുന്നു. അതൊക്കെ ഒരു ഡ്രീമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ നമ്മൾ ഇമ്പോർട്ടൻസ് ആയി ചെയ്യേണ്ട കാര്യം. 2 പ്ലാൻ കാണിക്കുക, 50% ജോയിനിങ് റേഷ്യോ, മിനിമം ഒരു 100 PV പർച്ചേസിങ് തുടങ്ങാൻ വേണ്ടി പറയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരെ തിരിച്ചു എന്തെങ്കിലും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. അതുപോലെ ടൂൾസും ഈ വെസ്റ്റേജിന്റെ സ്റ്റാർട്ടർ പാക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോ ഗെറ്ററിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഗോ ഗെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോറായി മാറുന്നു. നിങ്ങളെ കൂടെ ഇതുപോലെ 6 ടീമുകൾ ABCDEF, ഈ 6 ടീമുകൾ അവരും കോറായി. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ടീം സുരേഷ് സാറാണ്, അദ്ദേഹം കോറാണ്. ഒരു ടീം വിനോദ് സാറാണ്, അദ്ദേഹം കോറാണ്. ഒരു ടീം ശ്രീജ മാഡമാണ്, അതൊരു കോറാണ്. നാലാമത്തെ ടീം സുമയ്യ മാഡം, അത് കോറാണ്. 5ാമത്തെ ടീം സുമേഷ് സാറാണ്, അത് കോറാണ്. അതുപോലെ അശ്വിനിയുടെ ടീമുണ്ട്, അതുപോലെ എൻ്റെ സിസ്റ്റർ ടീമുണ്ട്. ഇങ്ങനെ ഏകദേശം 8ഓളം ഓർഗനൈസേഷൻ എനിക്കുണ്ട്. ഇതെല്ലാം കോറാണ്. അവരെല്ലാം 100, 150, 160 PV ചെയ്യുന്ന ടീം മെമ്പേഴ്സാണ്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളും നേരിട്ടുള്ള നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ലീഡർഷിപ്പിലുള്ള ആൾക്ക്. ചിലപ്പോൾ നേരിട്ടായിരിക്കില്ല അദ്ദേഹം, ചിലപ്പോൾ അതിൻ്റെ 2 ലെയർ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5 ലെയറിന് താഴെ ആയിരിക്കും, കുഴപ്പമില്ല. അദ്ദേഹം ആയിരിക്കും ആക്റ്റീവായി നിൽക്കുന്നുണ്ടാവോ, അവരെ കോറാക്കി മാറ്റാൻ ശ്രമിച്ചാൽ മതി. ഇതാണ് ഗോ ഗെറ്റർ ക്ലബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവോ, അല്ലെങ്കിൽ ക്ലിയർ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ടൈപ്പ് ചെയ്യാതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? സിമ്പിൾ ആണ്, പക്ഷേ ചെയ്യുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്. ഇത് ചെയ്യണം കേട്ടോ. ഞാൻ പേര് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യണം. ഓക്കെ, എല്ലാവരും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 1 ലാഖിൽ എത്താൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ ചെയ്യുന്ന സെഷൻ അല്ല കേട്ടോ, ഇത് നമുക്ക് വരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, ഇതിന്റെ 3ാമത്തെ സ്റ്റെപ്പാണ് ക്രൗൺ ക്ലബ്ബ് ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പോൾ ഒരു 6 ഗോ ഗെറ്ററിനെ ക്രിയേഷൻ ചെയ്യുന്നത്, ഈ കാണുന്ന 6 ഗോ ഗെറ്ററിനെ ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ക്രൗൺ ക്ലബിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ക്രൗൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ 6 ഗോ ഗെറ്ററിൽ നമ്മളെ കൂടെ ഈ കാണുന്ന ആദ്യം കണ്ട ഈ 6 കോർ വ്യക്തികളെ അവരെയും ഗോ ഗെറ്ററിലേക്ക് കൊണ്ടുപോകാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. രാജീച്ചേട്ടാ ലാസ്റ്റ് നിന്ന് സംശയം ചോദിക്കാം, കുഴപ്പമില്ല, ആർക്ക് വേണമെന്ന് ചോദിക്കാം. ഈ ഒരു കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോറായി, നമ്മൾ 6 വ്യക്തികളെ കോറാക്കി മാറ്റുമ്പോൾ നമ്മളെന്തായി? ഗോ ഗെറ്ററായി അല്ലേ? ഈ സെയിം സാധനത്തിന് നമ്മളെ കൂടെ വന്നിരിക്കുന്ന 6 വ്യക്തികളെ ഗോ ഗെറ്ററാക്കി മാറ്റുക, കണ്ടോ? അപ്പൊ നമ്മൾ ആരായി? ക്രൗൺ ക്ലബിലേക്ക് എത്തി. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന 6 വ്യക്തികൾക്കും 6 ഇതേപോലെ ഡിഫറെന്റ് ലഗുകൾ, അതും ഇതേപോലെ വിന്നിങ് ടീമിന്റെ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്ന ഗോ ഗെറ്ററായി മാറുന്നു. ഇത് നമ്മളപ്പോൾ ക്രൗൺ ക്ലബിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിക്കുക, ഈ 6ഉം 36 ഇങ്ങനെ ഉണ്ടാവും അല്ലേ? 36 പേരും ഇതിന് 6 പേരെ കൊണ്ടുവരുമ്പോൾ 216 പേരായി നമുക്ക്. ഇത് ഞാൻ വേറെ സെഷൻ ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രൗൺ ക്ലബിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ക്രൗൺ ക്ലബിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒന്ന് ബെനിഫിറ്റുകൾ എന്താ വെച്ചാൽ ബിക്കം എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. നിങ്ങൾ ഇല്ലെങ്കിലും ആ ബിസിനസ് റണ്ണിങ് ആയി. 1 വർഷമോ 2 വർഷമോ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുമാനത്തിന് യാതൊരു കുറവുണ്ടാവത്തില്ല. ഒരു 40 PVയോ അല്ലെങ്കിൽ ഒരു 100 PVയോ സാധനങ്ങൾ വാങ്ങിച്ചാൽ പോലും നമുക്ക് വരുമാനം വന്നോളും. നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടാവും. 100% പ്രൊഡക്റ്റ് യൂസറായി മാറാം, അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റി ആയി കിടക്കും. നമുക്ക് സ്ഥിരമായിട്ടൊരു ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെ നല്ലൊരു മൊമെൻറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു പ്രോഫിറ്റബിൾ സ്ട്രക്ചർ ആയിട്ടുള്ള ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉള്ള സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. അത് വരുമാനത്തോടു കൂടി അത് എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു സ്ട്രക്ചറാക്കി മാറ്റാൻ സാധിക്കും. ചില നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടാവും, ചില ആൾക്കാർ ഓവറായിട്ട്. ഇന്ന് രാവിലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് സുരേഷ് സാറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയാണ്. പക്ഷെ ആ രീതിയിലൊക്കെ നമ്മൾ വെച്ചേണ്ടത് നല്ല രീതിയിൽ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്തുകൊണ്ട് നമുക്കത് എത്താൻ സാധിക്കുന്നുണ്ടാവും. അത് സ്ഥിരമായിട്ട് ഈ മാസം നമുക്കൊരു 1 ലക്ഷം രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മാസം 1 ലക്ഷം രൂപ വരുമാനം അതേപോലെ കിട്ടണം, അത് കൂടണം, കുറയരുത്. അല്ലെങ്കിൽ ഈ മാസം ക്രൗണിന്റെ വരുമാനം കിട്ടി, അല്ലെങ്കിൽ ഈ മാസം ഡയമണ്ടിന്റെ വരുമാനം കിട്ടി, അടുത്ത മാസം അത് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഇല്ലാതെ ബിസിനസ്സായി മാറണം.
അപ്പൊ ഈ ഒരു ഗോ ഗെറ്ററിനെ ക്രിയേഷൻ ചെയ്ത് ക്രൗൺ ക്ലബിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എത്താൻ സാധിക്കുന്നുണ്ടോ? അടുത്ത ബെനിഫിറ്റ്, ഇത് റൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം മറ്റൊരു വ്യക്തിക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് 100% ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ബാലൻസ് ചെയ്യുക, നമ്മളെ വിടുത്തിനെയും, വിടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടുള്ള 6 ടീമിന്, അതോടൊപ്പം ഡെപ്തിനെയും, താഴോട്ട് ഡെപ്തിനെയും നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പാർട്ട് ഓഫ് ദ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇവരെല്ലാവരെയും ഈ CEPയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോഴേക്കും നമുക്കത് മൾട്ടിപ്പിൾ ഗ്രോത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ഗ്രോത്തിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തി ഇതെല്ലാം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഗ്രോത്ത് ആണെങ്കിൽ അപാരമായ ഗ്രോത്ത് ആയിരിക്കും നമുക്ക് വരുന്നത്, അപാരമായ PV ആയിരിക്കും നമുക്ക് വരുന്നുണ്ടോ. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഏകദേശം 8 ഓർഗനൈസേഷനും ഒരേ വോളിയം ലെവൽ വോളിയം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു വലിയ ഹൈ വോളിയമുള്ള ഒരു ടീമും ബാക്കിയുള്ള 7 ഓർഗനൈസേഷനും ഒരേ ലെവലിൽ വോളിയം വന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് ഈ 8 ടീമൊന്നും LOB എത്താൻ സാധിക്കുന്നു. ആലോചിക്കണം, ലക്ഷങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു മൊമെന്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങൾക്ക് വരുമാനം, ഞാൻ ഇതിൽ ഒരു 10,000 രൂപ വരുമാനം എത്താൻ വേണ്ടിയിട്ട് മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടുള്ളൂ. ആ 10,000 രൂപ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളിലേക്ക് പോകാൻ സാധിക്കും. 2 ലക്ഷത്തിലേക്കും 3 ലക്ഷത്തിലേക്കും പോകാൻ സാധിക്കുന്നുണ്ടോ. അത് ഈ 30,000 50,000 വാങ്ങിക്കുന്ന ഭീമാ മാഡത്തിനെ പോലും സുരേഷ് സാറിനെ പോലും മറ്റുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അത് ഈസി ആയിട്ട് അവർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും, അടുത്ത ഹയർ പിന്നിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിതിനെ ലീഡർഷിപ്പിനെ ഐഡന്റിഫൈ ശ്രമിക്കുക. നിങ്ങൾ ടീമിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ പ്രസന്ററായി മാറ്റാനും അവരെ മറ്റുള്ള ഓരോ നമ്മൾ ചെയ്യുന്ന അതേപോലെ ചെയ്യുന്ന വ്യക്തികളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഞാൻ ഇതിനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് ഈ സെഷൻ പറഞ്ഞത്. കാരണം ഒരു 15 മിനിറ്റ് ഒരു ഡിസ്കഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ഈ ഒരു കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ വേണ്ടി ഞാൻ 15 മിനിറ്റ് സമയം തരുന്നു. കാരണം എന്നാൽ മാത്രമേ ഇത് ചെയ്തൊരു കാര്യമുള്ളൂ, അല്ലെങ്കിൽ കേട്ടിറങ്ങി പോകുന്ന കാര്യം അറിയുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ക്ലോസ് ചെയ്യാം. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ട് ആർക്കെങ്കിലും അൺമ്യൂട്ട് ആക്കി ചോദിക്കണമെങ്കിൽ അത് ചോദിക്കാം, ക്ലിയർ ആക്കി തരും. അത് വരുമാനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിച്ച് ഞാൻ തരാൻ റെഡിയാണ്, നിങ്ങൾ ചെയ്യാൻ റെഡിയാണ്. 1 ലക്ഷം രൂപ 2027 ജനുവരി മാസം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അൺമ്യൂട്ട് ആക്കി ചോദിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വർഷം മതിയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി ചെയ്താൽ മതി. നിങ്ങൾക്ക് റെഡിയാണോ, ആരെങ്കിലും റെഡിയാണോ അൺമ്യൂട്ടാക്കി ധൈര്യമായിട്ട് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. ഇല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിക്കും. പറയൂ മേഡം. വരുമാനം ആഗ്രഹിക്കുന്നു, പക്ഷെ എൻ്റെ കൂടെയുള്ളവരൊക്കെ കൂടുതലും ടീച്ചേഴ്സ്. അവര് രാവിലെയും പകലും രാത്രിയൊക്കെ തന്നെ ഓരോരോ കാര്യങ്ങളിൽ തിരക്കുകളിലാണ്. അല്ല, അതിനെ പിന്നെ നമുക്ക് അവരെ കോറായിട്ട് കൂട്ടാൻ പറ്റില്ല സുലേഖമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോർ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സുലേഖ ടീച്ചറെ. ഞാനിതിൽ 10 മിനിറ്റ് തുടങ്ങിയ വ്യക്തിയാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷാജി മേത്തൽ എന്ന വ്യക്തിക്ക് 10 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് സുലേഖ ടീച്ചർ പറഞ്ഞ പോലെ അവർ പലതിലും ബിസിയാണെന്ന് പറഞ്ഞ പോലെ ഈ ഞാൻ എന്ന വ്യക്തി ഈ ബിസിനസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ തൊഴുതിട്ട് പറഞ്ഞത് എൻ്റെ മക്കളെ കൂടെ ഇരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് സമയമില്ല സുഹൃത്ത്. കാരണം എൻ്റെ ശമ്പളം പകുതിയായ സമയത്ത്, എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ രാത്രി 9 മണിക്കാണ് എൻ്റെ വീട്ടിൽ ജോലിക്ക് എത്തുക, ജോലി കഴിഞ്ഞ് വരിക. അതിനുശേഷം ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും 12 മണി വരെ വേറൊരു ജോലിക്ക് പോയി പാർട്ട് ടൈം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും സ്ട്രഗിൾ ലൈഫിലായിരുന്നു. കാരണം ദുബായിൽ നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ശമ്പളം പകുതിയായി, മക്കളിവിടെ പഠിക്കുന്നത് കൊണ്ടും ഫാമിലി ഇവിടെ നിൽക്കുന്നത് കൊണ്ടും തിരിച്ചവർ നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ 3 മണിക്കൂർ എക്സ്ട്രാ കൂടെ പണിയെടുത്തിട്ട് ആ പൈസയും കൊണ്ടാണ് ഞങ്ങൾ ഫാമിലിയോടെ കൂടെ നിന്നത്. ആ സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വരുന്നത്. തൊഴുതിട്ട് പറഞ്ഞായിരുന്നു സുഹൃത്തുക്കൾ, 10 മിനിറ്റ് എനിക്ക് മാറ്റി വെക്കാൻ ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കാൻ സമയമില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാവിലെ 3:45 എഴുന്നേറ്റ് രാത്രി 12 മണി വരെ ഈ ബിസിനസ് നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ സമയമില്ലാത്തൊരു വ്യക്തി ഞാനാണ്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന വ്യക്തി ഞാനായിരുന്നു. പക്ഷേ ആ സമയം കണ്ടെത്തിയത് എനിക്കിതിൻ്റെ തീവ്രമായ ജോലിക്കുന്ന ഒരു സ്വപ്നം ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് എത്താൻ സാധിച്ചത്. അപ്പോൾ സുലേഖ ടീച്ചർ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും തീവ്രമായ ജോലിക്കുന്ന സ്വപ്നമുള്ള ഒരു 6 പേര് നമ്മളോടൊപ്പം വരും ടീച്ചറെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കും.
ക്ലിയർ ആണോ? അല്ലെങ്കിൽ വന്നിരിക്കുന്ന എല്ലാവരും ഈ ഗോഗറ്ററും 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ആവില്ല ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 കോടി രൂപയുടെ വരുമാനം പണ്ടേ വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ കൊണ്ടുവന്ന ആൾക്കാർ മൊത്തം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. വരില്ല, അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കറ കളഞ്ഞ 6 ലീഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ ഇതിൽ മാറിപ്പോയിന്നോ നിർത്തിപ്പോയിന്നോ ഒന്നും വിഷമിക്കണ്ട. അവർക്ക് വിധിച്ചില്ല എന്നേ പറയാൻ പറ്റൂ, കരുതാൻ പറ്റൂ. ക്ലിയർ ആണോ ടീച്ചർക്ക്? ശ്രമിക്കാം, നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സബീന പറഞ്ഞോളൂ. സബീന. സാറേ, നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരുണ്ട്, അല്ല ഉള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ പോലും ഫോൺ അറ്റൻഡ് ചെയ്യുവാട്ടെ, അവർ തിരിച്ച് റിപ്ലൈ തരുവാട്ടെ, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ശരി തന്നെ മനസ്സ് തളരാതെ നിൽക്കുക. ഇങ്ങനാണെങ്കിലും വിജയിക്കണം, അതിൽ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തി സബീനയാണ്. ഡെയിലി 2 പ്ലാൻ കാണിക്കുന്ന വ്യക്തികളുടെ പേര് പറയാൻ ഞാൻ മടിച്ചത് സബീനയുടെ പേരാണ്. നിങ്ങൾ ഡെയിലി 2 പ്ലാൻ കാണിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. 2 അതിൽ കൂടുതൽ കാണിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ കറക്റ്റാണ്. നിങ്ങൾ 300 PB ചെയ്യുന്ന വ്യക്തി, നിങ്ങൾ കോറാണ്, ഗോഗേറ്ററാണ്, എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ പെർഫെക്റ്റ് വേല ഓടിക്കൊണ്ടിരിക്കണേ. ഈ ഒരു വർക്ക് നിർത്താതെ 1 വർഷം ചെയ്യും സബീന. വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളെ കൂടെ 6 പേര് സീരിയസ് ആയിട്ട് വന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. വരുന്നവർ മൊത്തം ഗോഗേറ്റർ ആവാനും വരുന്നവർ മൊത്തം 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം അവർക്ക് ദൈവം വിധിച്ചിട്ട് അത്രയേ ഉള്ളൂ. ക്ലിയർ? ആയി. ഓക്കെ, ഇനി ആർക്കും ക്ലിയർ ആവണ്ടോ? സോണിയ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? സോണിയ പുതിയതായിട്ട് ആദ്യമായിട്ട് ഇന്ന് ജോയിൻ ചെയ്തതാണ്. എന്തെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ആകെ വല്ലാണ്ടായോ? രാവിലെ സാറ് പറഞ്ഞ് നല്ല സൂപ്പറായിട്ട് ചെയ്യാം, വിജയിക്കാം, വരുമാനം വാങ്ങിക്കാന്ന് പറഞ്ഞ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഒന്ന് വിഷമിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയി. സോണിയ പോയോ? ലെഫ്റ്റായി? ഇല്ല, പോയിട്ടില്ല. അവിടെ ആകെ കൺഫ്യൂഷനാ. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അതാ നിങ്ങളെ പേര് വിളിച്ചത്. നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പേര് വിളിച്ചത്. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അൻസാർ ഭായിയുടെ പേരെ സ്ഥിരമായിട്ട് വിളിക്കുക, അല്ലെങ്കിൽ കാളിദ് ഭായിൻ്റെ പേരെ വിളിക്കേണ്ടത്. അവരെ പേര് വിളിച്ചിട്ടില്ല, സോണിയുടെ പേര് വിളിച്ചത്. അതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് നിങ്ങളിൽ ഓരോ ആൾക്കാർ ഉള്ളിലെ ടെൻഷൻ എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഞാൻ ചില ആൾക്കാർ വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞത്. മിനി മാഡം, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മിനി മാഡത്തിന്? നിലമ്പൂരുള്ള അൺമ്യൂട്ട് ആക്കിക്കോ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൽ യാതൊരു ബുദ്ധിമുട്ടും ഈസിയായി ചെയ്യാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്യും, ഈസിയായി ചെയ്യാൻ പറ്റും. നമ്മൾ ഹലോ സാറേ. ഓക്കെ, ഹലോ സാറേ. കാര്യങ്ങൾ പറയൂ. ഞാനേ 300 ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഇപ്പൊ 160 ആക്കേണ്ടി വരുമോ? ഇല്ലല്ല, അത് നിങ്ങൾ ഓൾറെഡി കോറാണ്, കോഗറ്റർ ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അതുപോലുള്ള ഒരു 160 പേരുള്ള ആൾക്കാരെ ക്രിയേഷൻ ചെയ്താൽ മതി. ഉള്ളത് കുറക്കാനല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 160 പേര് ചെയ്യുന്ന ഇപ്പം വന്നിരിക്കുന്ന 6 പേരെ സെറ്റാക്കി എടുക്കും. അതിലേക്ക് ശ്രമിച്ചാൽ മതി. അതായിക്കോളും. കരീംക്കൊന്നും അത് ബുദ്ധിമുട്ട് വരുത്തില്ല. അതിന് ഏറ്റവും എളുപ്പം കരീംക്ക ഈ വിളിക്കുന്ന എല്ലാവർക്കും ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു 6 പേരെ ആ പ്രോഗ്രാം എത്തിച്ചാൽ മതി. നിങ്ങൾ ആ ഗോഗറ്റർ അവിടെ ആ 6 പേരെ അവിടെ എത്തിച്ചാൽ മതി. നിങ്ങൾ ഗോഗറ്റർ അവിടെ വന്നു, വേറെ നോക്കണ്ട. അവരോട് നിങ്ങൾ ഒന്നും പറയണ്ട, അവർ ചെയ്തു. അവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് ആർക്ക് സാധിക്കും? എറണാകുളത്തേക്ക്. ഞാൻ സത്യം നാട്ടിലുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത് നാട്ടിൽ ബസ് ബുക്ക് ചെയ്തിട്ട് അവിടെ സ്കൂളിന്റെ മുന്നിൽ കൊണ്ടുവക്കും. എന്നുവെച്ചാൽ എല്ലാവരും വീട്ടിലും പോയി കല്യാണം ക്ഷണിക്കുന്നവർ ക്ഷണിക്കുകയാണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. ഫുഡ് എൻ്റെ വക ഫ്രീ ആണ്. വണ്ടി കയറിക്കുന്നത് എല്ലാവരും വരും. ഒരു ടൂർ, എറണാകുളത്തേക്ക് ടൂർ പോകുന്നിട്ട് ഞാൻ ബസ് ബുക്ക് ചെയ്യും. ബസ്സിന് ചിലപ്പോൾ 35,000 ചിലവാകും, കുഴപ്പമില്ല. ഞാൻ കൊടുക്കും, അത് ഞാൻ കൊണ്ടുപോകും. നമ്മൾ ആ മലപ്പുറത്ത് 35 ബസ്സാണ് പോകണം. മലപ്പുറത്ത് ലീഡർമാർ കൊണ്ടുപോകുന്നത്. തലശ്ശേരിയിൽ നിന്ന് 3-4 ബസ്സുണ്ട്. നമ്മുടെ ടീമിൽ ആൾക്കാർ എറണാകുളത്ത് എത്തണ്ടേ, അന്ന് എന്തായാലും നടക്കത്തില്ല. എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരെ വിളിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓരോ ലീഡേഴ്സും ഈ കാണുന്ന 116 പേരും 6 പേരോടെ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ 116 പേരും ഒരു 6 പേരെ എറണാകുളത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്തിനാ ഇന്ന് ഈ സെഷൻ ചെയ്തെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഞാൻ നിങ്ങൾ ഗോഗറ്റർ അവിടെ പോയി അവിടെ കിടക്കുക.
6 പേരെ ഷർട്ട് മുണ്ടുകൊണ്ടിരിച്ച് സാരി ഉടുപ്പിച്ച് ചുരിദാരിച്ച് നേരെ കൊണ്ടുപോയി കലൂർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയി, ഇൻഡോർ സ്റ്റേഡിയത്തിൽ കയറി അവിടെ ഇരുത്തുക. അവരാടുത്തെ പ്രോഗ്രാം കാണും. ആയിഷ മാഡത്തിന് അവരെ കാണുമ്പോൾ എന്താണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഈ എറണാകുളം വരെ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആർക്കും തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കാസർഗോഡുള്ള ജില്ലയിലും കണ്ണൂർ ജില്ലക്കാർക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ നാലമ്പല ദർശനത്തിനും ചോറ്റാനിക്കരയും തിരുവനന്തപുരത്തും എല്ലാ സ്ഥലത്തും ഒരാഴ്ച കറങ്ങി തിരിഞ്ഞ് വന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അന്നേരം മക്കൾക്ക് എക്സാം ഉണ്ടായിരുന്നില്ല. അന്നേരം വീട്ടിൽ അച്ഛനും അമ്മമാരും പ്രായമായ അച്ഛനമ്മയില്ല, ഒന്നുമില്ല. എല്ലാവരും ഈ സ്ഥലത്തെല്ലാം കറങ്ങി വന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഒരു ബിസിനസ് ചെയ്യാൻ 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് പറയുന്ന സമയത്ത് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലോ കാരണങ്ങൾ നമ്മൾ പറയും. ഒരാഴ്ച മാറി നിൽക്കാൻ പറ്റുന്ന ഈ പോയ ആൾക്കാർ സ്ത്രീകൾ മാത്രം പോയ ആൾക്കാർ. അന്നേരം ഹസ്ബൻഡും കൂടെ പോയിട്ടില്ല, മക്കളും പോയിട്ടില്ല, ആരും പോയിട്ടില്ല. ഇവരെല്ലാം ഒറ്റയ്ക്ക് സ്ത്രീകൾ ഒരുമിച്ച് ബസ്സിൽ കയറിച്ച് അമ്പലത്തിൽ നാലമ്പല ദർശനവും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും എല്ലാം കറങ്ങി തിരിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇതേപോലെ ഫാമിലി ആയിട്ട് നമ്മൾ മൂന്നാറും തേക്കടിയൊക്കെ വണ്ടിയിൽ ഒരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തിട്ട് 2-3 ഫാമിലികൾ ഒരുമിച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. അന്നേരം അവർക്ക് ജോലിയും പ്രശ്നമില്ല. ഈ വീട്ടിൽ പ്രായമായ അമ്മയുണ്ടോ അച്ഛനുണ്ടോ അനിയത്തിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഇവർ ടൂറിന് പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അനിയത്തിനോ ചേച്ചിനെ വിളിച്ചാൽ നീ കുറച്ച് ദിവസം അമ്മേനെ നോക്കണം, എനിക്ക് 2 ദിവസം കറങ്ങാൻ പോകണമെന്ന് പറയും. അന്നേരം അനിയത്തിയും ചേച്ചി മൂന്നാളും നിൽക്കുകയും ചെയ്യും. ഇതെല്ലാം എനിക്കറിയാം. ഞാനും ഫാമിലിയുള്ള ആൾക്കാരെ എനിക്കും വീട്ടിലും പ്രായമുള്ള അച്ഛന്മാരോ അമ്മമാരൊക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ ആരും ഉദ്ദേശിച്ചില്ല കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നു ഇയാൾ എന്നെ തന്നെ ഉദ്ദേശിച്ച് പറയുകയാണ്, എൻ്റെ വീട്ടിൽ പ്രായമുള്ള ആളുണ്ട്, എൻ്റെ വീട്ടിൽ അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്, ഇങ്ങനെയല്ല. ഇതെല്ലാവരെയും എനിക്കറിയാം, പല എക്സ്ക്യൂസസുകളാട്ടോ. ഒരാൾ ഉദ്ദേശിച്ചല്ല. ഇതിൻ്റെ പേരിൽ ആരും പണങ്ങി പോയേക്കരുത്. ഞാനീ പറയുന്നത് നമുക്ക് ഈ എറണാകുളത്ത് നടക്കുന്ന അവാർഡ് ഫംഗ്ഷനിൽ ഈ 116 പേരും ഒരു റീസൺ കാണാതെ എക്സ്ക്യൂസസ് പറയാതെ അവിടെ എത്താൻ ശ്രമിക്കുവാണെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങളെ കൂടെ വരുന്ന 6 പേരും ആ ബിസിനസ്സിൽ അന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അടുത്ത് കഴിഞ്ഞാൽ FRU എന്ന് പറഞ്ഞ പ്രോഗ്രാം വരാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് ഭാഗ്യം കുറച്ചുകൂടെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അത് മാർച്ച് മാസം ലാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വന്ന 6 പേർക്കും തീരുമാനം എടുക്കാൻ ഒരു സമയം കൂടെ കിട്ടുകയാണ്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ FRU അവരെന്തെങ്കിലും വരത്തില്ല. ഒരു 1.5 മാസം അവിടെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ 1.5 മാസം കൊണ്ട് ആ വ്യക്തിയെ തീരുമാനം എടുപ്പിച്ചിട്ട് ആ 6 പേരെയും കൊണ്ട് നമുക്ക് FRU പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഈ സംഭവം നേടി നമുക്ക് തരും. അപ്പം ഇതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിൻ്റെ നിശ്ചയം വന്ന് എൻഗേജ്മെൻറ്റ് വന്നാൽ എന്താ ചെയ്യുക? വേണ്ടപ്പെട്ട 10-15 പേരെ മാത്രമേ വിളിക്കത്തുള്ളൂ, അല്ലേ? ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മാമൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ കഴിഞ്ഞ മാസം. ഇപ്പോൾ ഇന്ന് അതിൻ്റെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് വീട്ടിലവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്യാണം ക്ഷണിക്കുമ്പോൾ നിശ്ചയം ക്ഷണിക്കുമ്പോൾ പറയില്ല ബോംബെയിൽ വെച്ചാൽ കല്യാണം, വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ ബോംബെ പോകുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്ക് സദ്യ നാട്ടിലാന്ന് പറയും, അല്ലേ? അതേപോലെ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് അതുപോലെ ക്ഷണിക്കാൻ പറ്റും. ഇവിടുന്ന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ എൻ്റെ കൂടെ അവാർഡ് ഫംഗ്ഷനിൽ വരുന്നുള്ളൂ, നിങ്ങൾ എന്തെങ്കിലും അതിൽ വരണം എൻ്റെ കൂടെ അവാർഡ് ഫംഗ്ഷനിലേക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റാൻ ശ്രമിക്കണം. റെഡിയാണോ? ജനുവരി 25 ഞായറാഴ്ച ഈ 114 പേരും നിങ്ങളെ ഒരു 6 പേരെ കൊണ്ടുപോകാൻ തയ്യാറാണോ? ഇനി നാളെ വീണ്ടും പറയണം, സാറേ കുഞ്ഞില്ലേ, കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റും, എല്ലാവരും കൊണ്ടുപോകാൻ പറ്റും, ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ കാണുന്ന ഇപ്പം നാട്ടിൽ ആസാമുകാരും ബംഗാളികളും കുറേ ഉണ്ട്, അവരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബിസിനസ്. കാരണം അവിടെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ? ക്ലിയർ ആണോ? കമ്പനി മാനേജ്മെന്റ് അടക്കം അവിടെ വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? എല്ലാവരും കൊണ്ടുപോവോ? അവിടെ നോക്കാം. ആരൊക്കെ കൊണ്ടുപോകാം? 6 പേരെ. യെസ്, അൻസാർ ഭായി ഓക്കെ. രാജു ചേട്ടൻ ഓൾറെഡി റെഡിയാണ്. ഇൻഡോർ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, ഓക്കെ. കടവന്തറ, ഓക്കെ. എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറേ ആൾക്കാർ എറണാകുളംകാർ പറയും സോണിയൊക്കെ എറണാകുളമാണ്, കരീംക്ക് എറണാകുളത്താണ്. എറണാകുളം, തൃശ്ശൂർ അവർക്കെല്ലാം എളുപ്പമാണ്. അവർക്കൊക്കെ ഒരു ബസ് തന്നെ ബുക്ക് ചെയ്തോ. കരീംക്ക് ഒരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്ത് എല്ലാവരും പിടിച്ചും കയറ്റിക്കോ, എന്നിട്ട് അങ്ങ് കൊണ്ടുപോയിക്കോ. മാക്സിമം ആൾക്കാർ അടിച്ച് കയറ്റിക്കോട്ടോ. കരീംകൊക്കെ ഈസി ആയിട്ട്, നിങ്ങളൊക്കെ ഭാഗ്യമാണ് എറണാകുളത്തായതുകൊണ്ട്. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കൊണ്ടുപോകാൻ. പക്ഷെ നമ്മളെപ്പോലത്തെ കണ്ണൂർ കാസർഗോഡൊക്കെ വിളിച്ച് കൊണ്ടുപോകാൻ നല്ല പണിയാണ്. കാരണം 5-6 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ട്രെയിനിനൊക്കെ ആ സമയത്ത് ട്രെയിൻ ഉണ്ടാവില്ല, സമയം കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പോലും നിങ്ങൾക്ക് ഒരു 6 പേരെ കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും 6 പേരെ കൊണ്ടുപോകുന്നുള്ളത്. നോക്കട്ടെ, ഇതിൽ പല ലീഡർമാരും പോവാതിരിക്കുന്നുണ്ടാവും. എനിക്കറിയത്തില്ല, വേണമെങ്കിൽ പോവാം. ലൈവ് ഒന്നുമില്ല. കല്യാണം സദ്യ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ആരോ ലൈവ് കൊണ്ട് വെച്ചില്ലേ?
ഞാൻ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ബിരിയാണിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ലൈവ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കണ്ടാൽ മതിയോ? ഞാനിപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ വീട്ടിൽ ആൾ റിസപ്ഷൻ തന്നുകൊണ്ടിരിക്കുക, ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അവരവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക, ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ലൈവ് വേണമെങ്കിൽ യൂട്യൂബ് കിട്ടും, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. കേട്ടോ, ആരെങ്കിലും റെക്കോർഡൊക്കെ അയച്ചു. നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരിട്ട് പോയിട്ട് സദ്യ കഴിക്കുക, അല്ലെങ്കിൽ ആ സദ്യ കഴിച്ച് വന്നവർ മണം കിട്ടിയാൽ മതിയെങ്കിൽ ലൈവ് ആരെങ്കിലും റെക്കോർഡ് അയച്ചും അത് കേട്ടോ. കേട്ടോ, ആരോടെങ്കിലും വരെ വീഡിയോ എടുത്ത് അയച്ചാലും വരെ അവർ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബിരിയാണീൻ്റെ സ്മെല്ല് കിട്ടും, വേറെ ഒന്നും കിട്ടും. ടേസ്റ്റ് കിട്ടണമെങ്കിൽ, വയറ് നിറയണമെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കുക. ഞാനീ പറഞ്ഞ ബിരിയാണി അല്ല കേട്ടോ. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഇത് കേട്ടിട്ട് നേരെ അവിടെ പോയിട്ട് സാറ് പറഞ്ഞ ബിരിയാണി കിട്ടിയിട്ടില്ലെന്ന് പറയുന്നില്ല. അവിടെ ബിരിയാണി ഒന്നും ഇല്ല കേട്ടോ. അവിടെ ബിരിയാണി ഇല്ല, പുറത്തുണ്ട് ബിരിയാണി, അത് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഇതും കേട്ടിട്ട് ചില ആൾക്കാർ അവിടെ മുന്നേ ഒരു 200 രൂപയുടെ പ്രോഗ്രാം, 200 രൂപ ടിക്കറ്റ് വാങ്ങിയപ്പോൾ അതിൽ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ആദ്യം ഫുഡിലേക്ക് പോയത് ഭക്ഷണമാണ്. ഇനി ഏതെങ്കിലും പ്രോഗ്രാം പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം ഇല്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ല, ചായ കിട്ടിയില്ല എന്ന് പരാതി വരുന്ന ആൾക്കാരാണ്. അവിടെ എന്തൊക്കെ പഠിക്കാൻ പറ്റിയെന്നോ ആ ബിസിനസ്സിൽ എന്തൊക്കെ നമുക്ക് നേടാൻ സാധിച്ചു നോക്കുന്നില്ല. ചായ എന്തുകൊണ്ട് അവർ തന്നിട്ടില്ല? 50 രൂപ ടിക്കറ്റിന് വാങ്ങിച്ചില്ല, ആ 50 രൂപ ഒരു 10 രൂപ ചായ തന്നൂടെ എന്നാണ് ചിന്തിച്ച ആൾക്കാർ. അതാണ് നമ്മുടെ ആൾക്കാർ, നമ്മൾ ചങ്ങായിമാർക്ക് അങ്ങനത്തെ ആൾക്കാർ. നോ പ്രോബ്ലം. എനിവേ, എല്ലാം ക്ലിയർ ആണോ? ഈ പറഞ്ഞ സെഷൻ വല്ല പ്രയോജനമുണ്ടോ? 6 പേരെ കൊണ്ടുപോകുന്നത്. ഞാൻ അതിനുകൊണ്ട് ഇന്ന് ഈ ഗോ ഗെറ്റർ എടുത്തത് സുരേഷ് സാറ് ചോദിച്ചു എന്തിനാണ് ഇന്ന് ഗോ ഗെറ്റർ ആണോ അല്ല ക്രൗൺ ക്ലബ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുക്കാൻ കാരണം ഈ 6 പേരെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുകയാണ്, 6 പേരെ വിശ്വസിപ്പിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. എല്ലാവരും അതിനു വേണ്ടി പ്രഭാരം ചേട്ടാ ഒരു കാറ് ബുക്ക് ചെയ്തോ, 6 പേരെ കയറ്റിങ് വിട്ടോട്ടോ. ഒരു 6 പേരെ കയറ്റും, ആ ഡ്രൈവർ അടക്കം ആ പ്രോഗ്രാം ഉണ്ടാവും. എല്ലാവരും അശോകൻ ചേട്ടന് വണ്ടിൻ്റെ അശോകൻ ചേട്ടൻ 6 പേരെ കയറ്റിക്കോ, നേരെ വിട്ടോ, എല്ലാവരും അത് ചെയ്യട്ടോ. അൻസാറുമായി ഓട്ടോറിക്ഷ വേണ്ട, ഒരു കാറോ അല്ലെങ്കിൽ ട്രെയിനിൽ പോയാൽ മതിട്ടോ. ട്രെയിൻ ആക്കുക, നമുക്കത് അറേഞ്ച് ചെയ്യാം. എല്ലാവരും അതിൽ പോകും. ഓരോ ആൾക്കാരും പോകാൻ പറ്റുന്ന ആൾക്കാർ മഹേഷൻ ചേട്ടൻ 6 പേരെ കൊണ്ടുപോകാൻ പറ്റും, കൊണ്ടുപോകാം. ജോണി എറണാകുളം, ജോണിക്കൊക്കെ 20 പേരെ 30 പേരെ കൊണ്ടുപോകാൻ സാധിക്കും, കൊണ്ടുപോകട്ടോ. 16 പേരെ കൊണ്ടുപോകാൻ 16 പേരെ കൊണ്ടുപോകും. 16 ഓർഗനൈസേഷൻ ഒരു വർഷം കൊണ്ട് വിജയിക്കുന്നുണ്ട്. DUC ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറെ മാറാൻ സാധിക്കും. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ചോദിക്കണോ? സമയമായി. ജോണി ചേട്ടൻ അയ്യോ പറഞ്ഞു. ഞാൻ അന്നേ ജോയിൻ ചെയ്ത് അന്ന് ഐഡിയ എടുക്കുന്ന അന്നേ പറഞ്ഞു ജോണി ചേട്ടനൊക്കെ ആ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അയ്യോ ആയല്ലേ? നോ പ്രോബ്ലം. കുമാരി ചേച്ചിക്ക് നമുക്ക് അവിടെ ഓഫർ തരണം. എറണാകുളത്താണ്, കുറച്ച് ആൾക്കാർ എൻ്റെ വീടിനെ ചുറ്റൊരു മുറ്റത്തൊക്കെ പായിട്ട് അവിടെ നിന്ന് താമസിച്ചോളൂ വേണമെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു ചായ വെള്ളം കൊടുക്കാൻ പറ്റും, അത് കൊടുത്തു. 5-6 പേരെങ്കിലും അവിടെ താമസിക്കാൻ പറ്റും. താമസം വേണ്ട, ഒരു ഡേ പരിപാടിയാണ്, കുഴപ്പമില്ല. ഓക്കെ. FR എനിക്ക് ആവശ്യം വരുന്നുണ്ടാവും. എല്ലാവരും ഈ ഒരുമിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ ഇതുപോലെ സൂമിൽ കാണുന്ന ആൾക്കാർ തല മാത്രമേ കാണുന്നുള്ളൂ, എങ്കിലും അവിടെ എല്ലാവർക്കും നേരിട്ട് കാണാൻ അവസരമുണ്ട്. 7000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം കേട്ടോ. 7000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാം. കൈയില്ലാത്ത ആൾക്കാരും കാലില്ലാത്ത ആൾക്കാരും നടക്കാൻ പറ്റാത്ത ആൾക്കാരും കണ്ണ് കാണാത്ത ആൾക്കാരും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും, കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്രയും വരുമാനം വാങ്ങിക്കുന്നത്, അപ്പം ഞാനൊക്കെ എന്തിന് കൊള്ളുന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എനിവേ, വേറെ ഒന്നുമില്ല. വിശേഷം സമയമായി. ബാക്ക് ടു സുരേഷ് സാർ. താങ്ക് യു ഷാജി സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ചാറ്റ് ബോക്സിൽ ഷാജി സാറിന് നന്ദി അറിയിക്കാം. പിന്നെ ആർക്കെങ്കിലും കൺഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ആയിട്ട് അങ്ങനെ ഈ വെക്കരുത് മൈൻഡിൽ. നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ചോദിച്ചിരുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യണം. ഇതിൽ ഡൗട്ട് ചോദിച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഡൗട്ട് ചോദിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം അവർക്ക് പ്ലാറ്റ്ഫോമിൽ ചോദിക്കാനുള്ള ധൈര്യവും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായല്ലോ. അത് വളരെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലായിരുന്നു. ചിലവർ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ എന്തേലും പിന്നെ പേടിയൊക്കെ വന്നിട്ടുണ്ടാവാം. കാരണം വലിയൊരു സെഷൻ ആയിരുന്നു ഇത്, അല്ലേ? അതുകൊണ്ട് അപ്പോ ഈ ക്രൗൺ എന്ന പൊസിഷനാണ് പറഞ്ഞത്. 6ാമത്തെ പിൻ ലെവലാണ് കേട്ടോ ക്രൗൺ ലെവല്. നമ്മുടെ ഈ ബിസിനസ് ജോയിൻ ചെയ്തിട്ടില്ല 6ാമത്തെ പിൻ ലെവൽ എങ്ങനെ റീച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പിൻ ലെവൽ റീച്ച് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനിടയിൽ ഒരുപാട് പിൻ ലെവൽ വളരെ ഫാസ്റ്റ് റീച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഷാജി സാർ 6ാമത്തെ പിൻ ലെവലിന് എത്തിയിരിക്കുന്നത്. 6ാമത്തെ പിൻ ലെവൽ നേടുമ്പോഴേക്കും നമുക്ക് ഹൗസ് ഫണ്ട് വരെ നേടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം അതിനിടയിൽ ഒരു പിൻ ലെവൽ സെലക്ട് ചെയ്യാതെ ലാസ്റ്റ് പിൻ ലെവൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനിടയിൽ പിൻ ലെവൽ കവർ ചെയ്തുകൊണ്ട് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും. പേടിയുള്ളവർക്ക് വീണ്ടും ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഇപ്പോൾ എന്തായാലും പിന്നെ സ്കൂൾ ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്ലേ സ്കൂളും അതുപോലെ അംഗൻവാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാം, അല്ലേ? മെല്ലെ പോവാണ്. അതിന്റെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട്, കോർ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 10th സ്റ്റാൻഡേർഡിലല്ലേ കിട്ടുക. അതുവഴി നമ്മുടെ പഠിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള പിന്നെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇത് കാണാൻ നമ്മൾ പെട്ടെന്ന് നമ്മൾ പിന്നെന്താ പറയാ, നമുക്ക് കുറച്ച് ടൈം എടുക്കും.
3 to 5 ഇയറിൽ നമ്മൾ നല്ലൊരു പ്രൊജക്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു ഗ്രോത്ത് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് പിറ്റത്തെ മാസം മുതൽ നമ്മൾക്ക് ചെറുതും വലുതുമായ ഒരു ഇൻകം കമ്പനി തരുന്നുണ്ടാവും അല്ലേ. അപ്പൊ അത്രയ്ക്കും വിശ്വസനീയമായ കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്ലേ സ്കൂളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അംഗൻവാടി വെച്ചാൽ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി മെല്ലെ മെല്ലെ പോകും. നമ്മുടെ മെയിൻ എക്സാം ഇതുവരെ എത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ വിചാരിച്ച് പോവുക. കാരണം പല ആൾക്കാരും ഇത് സെഷൻ കേട്ടപ്പോൾ തോന്നിക്കാണും അയ്യോ എനിക്ക് എത്താൻ പറ്റുമോ. കുറെ ആൾക്കാർ മുഖത്ത് കൺഫ്യൂഷൻ മൈൻഡ് ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായും അങ്ങനെ വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഷാജി സാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഓരോ എന്താ പറയാ ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പുകളും അതേ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്കും ഒരുപാട് വ്യക്തികൾ അതിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി മൂവ് ആവുന്നവർക്കും അതേ തന്നെ ഫോളോ ചെയ്യുക. നമുക്കൊരു സിസ്റ്റം, വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം അത് തന്നെ ഷാജി സാർ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഷാജി സാർ പറഞ്ഞ പോലെ എല്ലാവരും ഗോ ഹെഡർ ആവുക. നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമ്മൾ 6 പേരെ 160 PV കൊണ്ടുവരുന്നു. അതാണ് ഗോ ഹെഡർ എന്ന് പറഞ്ഞത്. അങ്ങനെ ക്രൗഡ് ക്ലബിലോട്ട് നമ്മൾ റീച്ച് ആവുന്നു. എല്ലാവരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ എത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ട്രൈ ചെയ്യുക, അതിന് റിസൾട്ട് നല്ല വരും. ഓക്കെ, ഷാജി സാർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക, റിസൾട്ട് എന്തായാലും ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പിന്നെ എല്ലാവർക്കും നല്ല ബിസിനസ്, നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ, നല്ലൊരു ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത്. ഗുഡ് നൈറ്റ്.